Good morning. Okay. Now നമ്മളെവിടെയാണ് പറഞ്ഞത് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ? ഇന്നൊരു ക്ലാസ് കൂടി നമുക്ക് ചിലപ്പോൾ അത് തീരുന്നതായിരിക്കും. ഒരു വലിയൊരു 1-2 പാരഗ്രാഫും കൂടി ഉള്ളൂ. ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ പാരഗ്രാഫ് വായിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയകൾ ഇതുപോലെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. അല്ലാതെ ഫുൾ ആ പാരഗ്രാഫ് അങ്ങനെ ബൈഹാർട്ട് ചെയ്യാന്നുള്ളത് പറ്റില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏരിയകൾ നമുക്ക് ഓരോന്നും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ എവിടെ പറയായിരുന്നു? ലീഡർഷിപ്പ് അല്ലെ? ലീഡർഷിപ്പ്, നേതൃത്വം. അത് ആ പാരഗ്രാഫ് അല്ലേ നമുക്ക് തുടങ്ങണ്ടേ? ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പേജും പിന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പേജും പിന്നെ അടുത്ത കുറച്ചും കൂടി ഉള്ളൂ. വേണം ഇതും കൂടി ഉള്ളൂ. നമുക്ക് ഇന്നും കൂടി കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് തീർക്കാം. പിന്നെ അടുത്തൊരു ചാപ്റ്റർ എളുപ്പാട്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കോഡിംഗ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഹോസ്പിറ്റൽ എമർജൻസി കോഡുകളാണ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് എളുപ്പമാണ്. ഇനി നോക്കിയേ, ക്വാളിറ്റി മാനേജ്മെന്റില് നമ്മള് എന്താണ് പ്രിൻസിപ്പിൾസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ? അതിന്റെ എത്രാമത്തെ രണ്ടാമത്തെ ഒറ്റ പാരഗ്രാഫ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ അറ്റ് എവറി ലെവൽ ടു സ്ട്രെങ്തൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ, ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെയോ ഒരു സേവനത്തിന്റെയോ ഒക്കെ നമുക്ക് സർവീസ്, സേവനത്തിന്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളും മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൗത്യം അല്ലെ? ദൗത്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് എന്ത് വേണം? എല്ലാ തലങ്ങളിലും ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ അവിടെ ചോദിക്കാം, അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് ഡാഷ് ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് നമ്മൾ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെയോ ഒരു സർവീസിന്റെയോ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ തലത്തിലും എന്താവശ്യമാണ്? എന്താണ് ആവശ്യമായത്? ലീഡർഷിപ്പ് അല്ലെ? ലീഡർഷിപ്പ് ആവശ്യമാണ്. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ലീഡർ, ഒരു നേതൃത്വം വേണം അല്ലെ? അതായത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എല്ലാത്തിനും കൺട്രോൾ ചെയ്യല്ലേ അദ്ദേഹം അല്ലെ? എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുക. അതൊരു സ്ഥാപനത്തിന്റെ ആയാലും സേവനത്തിന്റെ ആണെങ്കിലും നല്ല ഒരു ഇത് നല്ല ശക്തിപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലീഡർഷിപ്പ് വേണം. ഒരു ലീഡർ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആക്കി ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ? നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഒരു ലീഡർ ഉണ്ട് ഓവറോൾ ക്ലാസ്സിലും കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ നമ്മൾ ആരും ഇല്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആവോ? അല്ലെ? അപ്പൊ അതൊരാളിന് ഒരു പൊസിഷൻ കൊടുത്തേക്കാണ്, അവരാണ് അല്ലെ? അപ്പൊ അതൊരു വലിയ ഒരു കാര്യമാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഏത് ഇതിനകത്താണെങ്കിലും ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. നോക്കിയേ, ലീഡർഷിപ്പ് അറ്റ് ദ ടോപ്പ് ഈസ് നീഡഡ് ടു സെറ്റ് എ മിഷൻ ആൻഡ് വിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു പ്രൊമോട്ട് സപ്പോർട്ട് എഫിഷ്യൻസി ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബൈ എൻകറേജിംഗ് എ യൂണിഫൈഡ് ആൻഡ് അറ്റൈനബിൾ അപ്രോച്ച് ടു റീച്ച് ഒബ്ജക്റ്റീവ്സ് ബൈ പ്രീസെറ്റ് പ്രോസസ് ഓർ പോളിസീസ്. ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ്. എന്താണ് അടുത്ത? ലീഡർഷിപ്പ് ഇനി എന്തിനാണ് ആവശ്യം നോക്കിയേ? ലീഡർഷിപ്പ് അറ്റ് ദ ടോപ്പ് ഈസ് നീഡഡ് ടു സെറ്റ് ദ മിഷൻ ആൻഡ് വിഷൻ. എന്താണ് ഒരു മിഷൻ? വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല എന്താ? ഒരു ദൗത്യങ്ങള്, വിഷൻ എന്താ? കാഴ്ചപ്പാട്. ഇതെല്ലാം സജ്ജീകരിക്കുന്നതിന് ലീഡർഷിപ്പ് ആവശ്യമാണ്. ഓക്കെ, വെരി ഗുഡ്. കാഴ്ചപ്പാട് അല്ലെ? അപ്പൊ ഒരു നമ്മുടെ ലീഡർഷിപ്പ് എന്തിനു വേണം? പിന്നെ എന്തിനാ വേണ്ടത്? ഇതിനു വേണ്ടിയാ? ടു സെറ്റ് ദ മിഷൻ ആൻഡ് വിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ മിഷൻ, ദൗത്യങ്ങളും കാഴ്ചപ്പാടും സജ്ജീകരിക്കുന്നതിന് ലീഡർഷിപ്പ് ആവശ്യമാണ്. അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. പിന്നെ എന്തിനാന്ന് നോക്കിയേ? ആൻഡ് ടു പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് സപ്പോർട്ട്, ഒരു സപ്പോർട്ടിന്, എഫിഷ്യൻസി കാര്യക്ഷമതയ്ക്ക്, ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറന്ന ഒരു ആശയവിനിമയം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്ത് വേണം?
ലീഡർഷിപ്പ് ആവശ്യമാണ്. അത് എന്തിൽ കൂടിയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? ബൈ എൻകറേജിങ് യൂണിഫൈഡ് ആൻഡ് അറ്റൈനബിൾ അപ്രോച്ച് ടു റീച്ച് ഒബ്ജക്റ്റീവ്സ് ബൈ പ്രീ സെറ്റ് പ്രോസസ് ഓർ പോളിസീസ്. എങ്ങനെയാ? മുൻകൂട്ടി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രക്രിയയിലൂടെയും നടപടികളിലൂടെയും വഴി ലക്ഷ്യങ്ങളില് കൈവരിക്കുന്നതിന് എങ്ങനെ വേണം? ഒരു യൂണിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏകീകൃതവും കൈവരിക്കുന്നതുമായിട്ടുള്ള ഒരു സമീപനത്തെ, അപ്രോച്ച്, ഒരു സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, അല്ലെ, പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്ത് വേണം? ആ ഒരു ഓർഗനൈസേഷന്റെ സപ്പോർട്ട്, എഫിഷ്യൻസി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്ന ആശയം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലീഡർഷിപ്പ് ആവശ്യമാണ്. അപ്പൊ അതിന് 2 സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഒന്നാമത്തേൽ എന്താ പറഞ്ഞത്? ലീഡർഷിപ്പ് എന്തിനു വേണം? സെറ്റ് ദ മിഷൻ ആൻഡ് വിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? ഒരു ഓർഗനൈസേഷന്റെ മിഷൻ, വിഷൻ സജ്ജീകരിക്കുന്നതിന്. പിന്നെ എന്തിനാ പറഞ്ഞിരിക്കണേ? ടു പ്രൊമോട്ട്, എന്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനാ? എന്തിനു വേണം? സപ്പോർട്ട്, എഫിഷ്യൻസി ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതും പ്രൊമോട്ട് ചെയ്യുന്നതിനും ലീഡർഷിപ്പ് ആവശ്യമാണ്. ആ 2 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തോ അതില്? ആ ഒരു ലെങ്തി സെന്റൻസിൽ അത് 2 നോട്ട് ചെയ്തിടാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. റിട്ടേണിംഗ് ടു അവർ ട്രോമ സെനാരിയോ. സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഘട്ടം അല്ലെങ്കിൽ രംഗം. നമ്മൾ പഠിച്ചല്ലേ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലില് നമ്മൾ സെനാരിയോ പഠിച്ചതാണ് അല്ലെ? എന്താണ് ആ ഒരു ഘട്ടം, ഒരു കാലഘട്ടം? എന്താണ്? റിട്ടേണിംഗ് ടു അവർ ട്രോമ. ഒരു ട്രോമ ഘട്ടത്തിലേക്ക് മടങ്ങുമ്പോൾ നോക്കിയേ എന്താണ് പറഞ്ഞേക്കുന്നത്? റിട്ടേണിംഗ് ടു അവർ ട്രോമ സെനാരിയോ ദ ട്രോമ സർജൻ എൻഷുവേഴ്സ്. ട്രോമ സർജൻ എന്ത് എൻഷുർ ചെയ്യണം? ദാറ്റ് ദ ATLS പ്രോട്ടോകോൾ ഈസ് ഫോളോഡ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ആ സെന്റൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രോമ ഘട്ടത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ട്രോമ സർജൻ എന്ത് ഉറപ്പുവരുത്തണം? ATLS പ്രോട്ടോകോൾസ് ഈസ് ഫോളോഡ്. എന്താണ് അവിടെ? അപ്പൊ ഒരു എക്സ്പാൻഡഡ് ഫോമും അവിടെ എഴുതി വെച്ചോ. എന്താണ്? അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ ഈസ് ഫോളോഡ്. കിട്ടിയോ? ഒരു ട്രോമ സർജൻ അല്ലെങ്കിൽ ട്രോമ ഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ട്രോമ സർജൻ എന്ത് ഉറപ്പുവരുത്തുന്നവര്? എന്താണ്? ATLS പ്രോട്ടോകോൾ, അതായത് അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോള് ഫോളോ ചെയ്യണം. അത് അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരു പ്രോട്ടോകോള് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ATLS എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി വയസ്സൊക്കെ ആയിട്ടുള്ള, വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ട്രോമ പേഷ്യൻസ്, അവർക്കുടെ ഒരു സ്റ്റാൻഡേർഡ് രീതിയാണ്. അതായത് അവർക്ക് വേണ്ടിയിട്ട് അവർക്കുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അതൊക്കെ വേഗത്തിൽ തിരിച്ചറിയാനും അത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് അതൊക്കെ. അപ്പൊ അത് ഇത്ര ഡീറ്റെയിൽ നോക്കണ്ട. അപ്പൊ ഒരു ട്രോമ സർജൻ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ട്രോമ ഘട്ടത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? ATLS പ്രോട്ടോകോള് അവര് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആ ഒരു കുഞ്ഞു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ. ഉറപ്പാക്കുകയും പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഫോളോഡ് ആൻഡ് ഒപ്പം എന്താ? അപ്രോപ്രിയേറ്റ്, അനുയോജ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് ആർ ടേക്കൺ. ഇന്റർവെൻഷൻ അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകള്. Whether it is a chest tube insertion, chest tube insertion ആയാലോ അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി സർജറി എന്ന് വെച്ചാൽ പരിവേഷണ സർജറി എന്ന് വെച്ചാൽ പരിവേഷണ സർജറി എന്താ? എക്സ്പ്ലോറേറ്ററി സർജറി എന്ന് പറഞ്ഞാൽ അസുഖം, നമുക്ക് എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി ശരീരത്തിനുള്ളിൽ നടത്തുന്ന സർജറിയാണ്. ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി നടത്തുന്ന സർജറി. അപ്പൊ എക്സ്പ്ലോറേറ്ററി സർജറി ആണെങ്കിലും അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ് ഇൻസർഷൻ ആണെങ്കിലും എന്ത് ചെയ്യണം? അതിന് അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകള് കൊണ്ടുവരണം. എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ അത്രയും എന്ത് ചെയ്യണം?
അത്രയും കെയർ അവിടെ കൊടുക്കണം. ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെ സർജൻ ട്രോമ പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതില് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകൾ എടുക്കണം. അത് ഏതാണെങ്കിലും ചെസ്റ്റ് ട്യൂബ് ഇൻസർഷൻ ആണെങ്കിലും അതുപോലെ എക്സ്പ്ലോറേറ്ററി സർജറി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഇടപെടലുകള് അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകള് എന്ത് ചെയ്യണം. their job okay their job is ഇനി അവർക്കുടെ ജോലി എന്താ, ഈ സർജന്റെ ജോലി എന്താ? ട്രോമ സർജൻ. ട്രോമ എന്ന് പറഞ്ഞ എന്താ? ട്രോമ എന്താണ്? ട്രോമ ആഘാതം. എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ പറ്റിയിട്ട് ആക്സിഡന്റ് ഒക്കെ പറ്റി തലക്കൊക്കെ വലിയ പരിക്കേറ്റോ ട്രോമ സഹിച്ചേക്ക് വരില്ലേ നമ്മള്. ഒരു ആഘാതം പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള സർജറി ഇല്ല കേട്ടോ. അത് ഏതാണെങ്കിലും നമ്മൾ ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷൻ ആണെങ്കിലും എക്സ്പ്ലോറേറ്ററി പരിവേഷണ സർജറി, ഇപ്പൊ രോഗം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകള് നടത്തണം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ട്രോമ സെനാരിയിലേക്ക് വരുമ്പോൾ ഈ സർജൻ ATLS പ്രോട്ടോകോള് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതൊന്നും അണ്ടർലൈൻ ചെയ്തില്ലായിരുന്നു നമ്മള്. ട്രോമ സെനാരിയിലേക്ക് വരുമ്പോൾ ട്രോമ സർജൻ അവര് ATLS പ്രോട്ടോകോള് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി ATLSന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തില്ലേ? അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. ഓക്കെ, അത്രയാണ് അതിനകത്ത് നോക്കേണ്ടത്. ഇനി അവർക്കൊരു ജോബ് എന്താ നോക്കിയേ. their job is to encourage the team and to communicate the needs of the patient to those within the trauma bay and other involved parties such as operating room or interventional radiology. ഇനി അവർക്കുടെ ജോലി എന്താണ്? അവരുടെ ജോലി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻകറേജ് ദ ടീം. ആ ടീമിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. their job എന്താണ് പറഞ്ഞേക്കുന്നത്? അവരുടെ ജോലി എന്താണ്? എൻകറേജ് ദ ടീം. ടീമിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്താ? ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എവിടത്തെ? വിത്തിൻ ദ ട്രോമ ബേ. ട്രോമ ബേയിൽ കിടക്കുന്ന, ട്രോമ ബേക്കുള്ളിലുള്ള പേഷ്യൻസ് അല്ലെ, ആ ഒരു സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻസ് കേട്ടോ. എന്താണ് ട്രോമ ബേ എന്ന് പറഞ്ഞ എന്താ? ഒരു ഡിസൈൻഡ് ഒരു സ്പെസിഫിക് ഏരിയ ആണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സ്പെസിഫൈഡ് ഏരിയ ആണ്, ഒരു ഡിസൈൻഡ് ഏരിയ ആണ് ട്രോമ ബേ. ഇത് പഠിച്ചിട്ടില്ലേ നിങ്ങള്? പഠിച്ചിട്ടില്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഡിസൈൻഡ് ഏരിയ ആണ്. അപ്പൊ എവിടത്തെയാണ്? ട്രോമ ബേക്കുള്ളിലുള്ള. പിന്നെ അതുപോലെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് റൂമിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങള് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പേഷ്യന്റ് ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? ട്രോമ ബേക്കുള്ളിലുള്ള, പിന്നെ ഓപ്പറേറ്റിംഗ് റൂമില്, ഇന്റർവെൻഷൻ റേഡിയോളജിയിലൊക്കെ ഉള്ളിലൊക്കെ ഉള്ള ആ പേഷ്യൻസിന്റെ ആ ആവശ്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും ഈ ട്രോമ സർജന്റെ ജോബില് വരുന്നതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. എൻകറേജ് ദ ടീം. ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എവിടെയുള്ളതാ? ട്രോമ ബേക്കുള്ളിലുള്ളത്, ഓപ്പറേറ്റിംഗ് റൂമില്, ഇന്റർവെൻഷൻ റേഡിയോളജിയിലൊക്കെ ഉള്ള പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടുത്തെ ആ ടീമിനെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. ഇനി അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Involvement of individual at all level is crucial to achieving the goal of an organization, product or services. Involvement എന്ന് വെച്ചാൽ എന്താ? പങ്കാളിത്തം. Involvement പങ്കാളിത്തം. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർണായകം.
ക്രൂഷ്യൽ, നിർണായകം. എന്താണ് നോക്കിയേ, ഇനി ഇൻഡിവിജ്വലിന്റെ പങ്കാളിത്തം നോക്കിയേ, the involvement of individual at all level is crucial to achieving goal of an organization, product or service. ഒരു ഓർഗനൈസേഷന്റെ, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സേവനമായിക്കോട്ടെ, അതിന്റെ ഗോൾസ് നേടിയെടുക്കാൻ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ ലെവലിലുമുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് കൂടി. വേണ്ടേ? പാർട്ടിസിപ്പേഷൻ വേണ്ടേ? അല്ലെ? ഒരു ബിൽഡിംഗ് മാത്രമായാൽ മതിയോ? അല്ലെങ്കിൽ നമുക്കൊരു നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കിടെയും, അല്ലെ, എല്ലാ തലങ്ങളിലും ഉള്ളവർക്കിടെയും എന്താ ഒരു ഇൻവോൾവ്മെന്റ്, അല്ലെ, ഒരു പങ്കാളിത്തം ആവശ്യമാണ്. ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയാ? എല്ലാ തലങ്ങളിലും ഉള്ളവർക്കിടെ ഒരു പങ്കാളിത്തം വേണ്ടേ? അവർക്കുള്ള ഒരു ഒത്തൊരുമ വേണ്ടേ? അല്ലെ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ ലെവൽ, എല്ലാ തലങ്ങളിലുമുള്ള ഇൻഡിവിജ്വലിന്റെ പങ്കാളിത്തം ആവശ്യമാണ്. എന്തിനാ? is crucial to achieving the goal of an organization, product or service. ഒരു ഓർഗനൈസേഷന്റെ ആവട്ടെ, ഒരു പ്രൊഡക്റ്റിന്റെ ആവട്ടെ, ഒരു സർവീസിന്റെ ആവട്ടെ, ലക്ഷ്യങ്ങൾ നേടുന്നതിന് എല്ലാ തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന്റെ പങ്കാളിത്തം ആവശ്യമാണ്. Healthcare institutions are built on the strength and commitment of its people. ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം? പറ്റും? എങ്ങനെയാണ്? അതിലെ ജനങ്ങളുടെ ശക്തിയിലും പ്രതിബദ്ധതയിലും. രണ്ട് കാര്യങ്ങളാ പറഞ്ഞേക്കണേ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബിൽഡ്. എങ്ങനെ നമുക്കൊരു നല്ലൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാം? ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. വേണ്ടേ? അല്ലെ? ഒരു ഓർഗനൈസേഷൻ നിർമ്മിക്കാനായിട്ട് അവിടുത്തെ ആളുകളുടെ ശക്തി വേണ്ടേ? അല്ലെ? നല്ല രീതിയിൽ ആളുകൾ വർക്ക് ചെയ്യണം, അല്ലെ? നല്ല കോപ്പറേറ്റീവ് ആയിരിക്കണം. അവർക്കുടെ ഒരു ശക്തിയാണ് ശരിക്കും ആ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനതിന് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു ശക്തിയും പ്രതിബദ്ധത, അതാണ് കമ്മിറ്റ്മെന്റ്, ആ ഒരു പ്രതിബദ്ധതയും ആവശ്യമാണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബിൽഡ് ഓൺ dash of its people. എന്തൊക്കെയാണ്? സ്ട്രെങ്ത്, ശക്തി, പ്രതിബദ്ധത. രണ്ട് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ശക്തിയിലും പ്രതിബദ്ധതയിലും നമുക്കൊരു നല്ലൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർമ്മിക്കാം. ബോറടിക്കണ്ട പിള്ളേരെ? ഇത്രയും വലിയ പാരഗ്രാഫ് ആയോണ്ട് ബോറടിക്കണ്ടോ? ഇല്ല. അതിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടാ പോലെ നിങ്ങൾക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നു, നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് തരുന്നു. ഓക്കെ. പിന്നെ നിങ്ങൾക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. അടുത്ത നോക്കിയേ, ഇനി അടുത്ത സെന്റൻസിൽ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ഐഡിയൽ ടു ഹാവ് എ enthusiastic worker who are competent in their particular role within this process. അതിന് എന്ത് വേണം? അപ്പൊ അവരെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, അവർക്കുടെ പ്രതിബദ്ധത വേണം. അതിന് അപ്പൊ നമുക്ക് എന്താ? ഇറ്റ് ഈസ് ഐഡിയൽ. ഇതിന് എന്ത് അനുയോജ്യമാണ്? നോക്കിയേ, ടു ഹാവ് എ enthusiastic എന്ന് വെച്ചാൽ എന്താ? ഒരു ഉത്സാഹഭരിതമായ വർക്കേഴ്സ് വേണ്ടേ? ഒരു നല്ലൊരു വർക്കേഴ്സ് വേണ്ടേ അതിന്? competent in their particular role within this process. അല്ലെ? ആ ഒരു പ്രോസസ്സില് തങ്ങളുടെ റോള്, ഓരോരുത്തർക്കും അവരുടേതായ റോൾ ഉണ്ട്, അല്ലെ? അവർക്കുടെ റോളുകളില് എന്താ? ഉത്സാഹഭരിതരായിട്ടുള്ള, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? ആ ഒരു വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് നമുക്ക് എന്താ പറയാ, അവർക്ക് ശക്തി ബലപ്പെടുള്ളൂ, അല്ലെ? ആ വർക്കേഴ്സ് സംതൃപ്തരാണെങ്കിൽ, അല്ലെ, അവർക്കുടെ ആ ഉത്സാഹം അത് ആണ്. ഇപ്പൊ നമ്മളെല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നല്ല നിൽക്കുവാണെങ്കിൽ അതിനനുസരിച്ച് അതൊരു ശക്തിയും നമുക്ക് അവിടെ ഉണ്ടാവാം. ആ ഒരു നല്ല ശക്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല പ്രവർത്തനങ്ങള്, നല്ല സർവീസുകള് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കി. While respecting those, ഒരു മിനിറ്റ്, എവിടെയാണ് വിട്ടു? ഇടയ്ക്ക് ഇങ്ങനെ ഫുള്ള് പാരഗ്രാഫ് ആയിക്കോട്ടെ.
And by respecting those at all levels, there is an improvement in job satisfaction, motivation, collaboration, thus better feedback for improvement within all stages in this process. അപ്പൊ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. ബൈ റെസ്പെക്ടിങ് ദോസ് അറ്റ് ഓൾ ലെവൽ, എല്ലാ തലങ്ങളിലുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ, ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും നോക്കിയേ? ആൻഡ് ദർ ഈസ് ആൻ ഇംപ്രൂവ്മെന്റ്. എന്തുണ്ടാവും? ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. എവിടെ? ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു മോട്ടിവേഷൻ അല്ലെ? എല്ലാവർക്കും നമുക്ക് എന്താ ഒരു മോട്ടിവേഷൻ, നമുക്കൊരു പ്രചോദനം അല്ലെ? എല്ലാവർക്കും സഹകരണം, ഇതിലൊക്കെ എന്തുണ്ടാവും? ഒരു ഇംപ്രൂവ്മെന്റ് വരും അല്ലെ? നമ്മളെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിലോ, നമ്മളെ ബഹുമാനിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഈ വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് സംതൃപ്തി ഉണ്ടാവും അല്ലെ? നമുക്ക് പിന്നെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും. അവർക്കുടെ സഹകരണം, ഇതെല്ലാത്തിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും അല്ലെ? എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നേ? In job satisfaction, motivation, collaboration, thus better. അപ്പൊ അതനുസരിച്ച് എന്ത് കിട്ടും നമുക്ക് അവിടെ? ബെറ്റർ ഫീഡ്ബാക്ക്, റിസൾട്ട് അതിനനുസരിച്ച് കിട്ടൂലേ? ഫോർ ഇംപ്രൂവ്മെന്റ് വിത്തിൻ ഓൾ സ്റ്റേജസ് ഓഫ് പ്രോസസ്. ആ പ്രോസസ്സിന്റെ എല്ലാ സ്റ്റേജിലും ഇംപ്രൂവ്മെന്റ്, നല്ലൊരു ഫീഡ്ബാക്ക് അവിടെ കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കി. വെദർ ഫോർ ഇൻസ്റ്റൻസ് in operating room or all providers have a pre-identified role, whether it is a scrub technician monitoring the sterile field, the anesthesiologist evaluating patient vitals, or nurses who is leading to pre-operative time out. Or മൂന്ന് കാര്യങ്ങളെ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞു കേട്ടോ. ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ നോക്കിയേ, in the operating room all providers have a pre-identified role അല്ലെ? എല്ലാവർക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു റോള്, തിരിച്ചറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാം, whether it is a scrub technician, ഒരു സ്ക്രബ് ടെക്നീഷ്യൻ ആണെങ്കിൽ, സ്ക്രബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞെന്താ? സ്ക്രബ് ടെക്നീഷ്യൻ എന്താ? ക്ലീനിങ് ഒക്കെ ചെയ്ത് പ്രിപ്പയർ, ഓപ്പറേറ്റിംഗ് റൂം ക്ലീൻ ചെയ്യുക, മെയിൻറ്റെയിനിങ് ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾ. ഓപ്പറേറ്റിംഗ് റൂമില് ഒരു നല്ലൊരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർ, അതാണ് സ്ക്രബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ്? അവരുടെ റോൾ എന്താണ് അവരുടെ ചെയ്യുന്നത്? ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ഓപ്പറേറ്റിംഗ് റൂം ഓൾ പ്രൊവൈഡേഴ്സ് ഹാവ് എ നോൺ pre-identified role. എല്ലാവർക്കും എന്തുണ്ട്? ഒരു തിരിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർക്കിടേതായ ഒരു റോൾ ഉണ്ട്. വെദർ അത് ആരാണെങ്കിലും, സ്ക്രബ് ടെക്നീഷ്യൻ മോണിറ്ററിംഗ് ദ സ്റ്റെറൈൽ ഫീൽഡ്. സ്ക്രബ് ടെക്നീഷ്യൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? സ്റ്റെറൈൽ ഫീൽഡ് മോണിറ്റർ ചെയ്യണം അല്ലെ? അവിടുത്തെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു കണ്ടീഷൻസ്, ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ കാര്യങ്ങൾ, ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഫീൽഡ് നിരീക്ഷിക്കണം. എല്ലാം ഓക്കെ ആണോ? സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ? ഇനി ഇൻഫെക്ഷന്റെ സാധ്യതയൊന്നുമില്ല, അതെല്ലാം എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. അതൊന്നും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സ്ക്രബ് ടെക്നീഷ്യൻ മോണിറ്ററിംഗ് ദ സ്റ്റെറൈൽ ഫീൽഡ്. ഓരോ റോളാട്ടോ പറഞ്ഞേക്കണേ. ദ അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റിംഗ് പേഷ്യന്റ് വൈറ്റൽ, പേഷ്യന്റിന് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഓർ നേഴ്സസ്, ഇനി അവിടുത്തെ നേഴ്സ് എന്താ ചെയ്യണ്ടേ? ഹു ഈസ് ലീഡിങ് ദ പ്രീ ഓപ്പറേറ്റീവ് ടൈം ഓൺ, എന്താണ് ആ ഓപ്പറേഷന് മുമ്പ് അല്ലെ? ആ പേഷ്യൻസിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ, അതിനുള്ള നേതൃത്വം നൽകണം. അങ്ങനെ ഓരോരുത്തർക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ റോളുകളുണ്ട്. എന്തിനാ അങ്ങനെ കൊടുക്കുന്നേ? ഓരോരുത്തർക്കും പ്രത്യേക റോളുകൾ കൊടുക്കുന്ന എന്തിനാ? എന്തിനു വേണ്ടിയാ? അവർക്കുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? നമ്മൾക്ക് ഒരു ചുമതലയുണ്ടെങ്കിൽ ആ ഒരു സെക്ഷന്റെ കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കണം. അങ്ങനെ വേണ്ടേ? ഏത് സെക്ഷനിലാണെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഏത് സെക്ഷനിലുള്ളവരൊക്കെ ആണെങ്കിലും ഓരോരുത്തർക്കുടെ ജോലി തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? ആ നല്ല രീതിയിൽ, വെരി ഗുഡ്, മിഷയോട് മെസ്സേജ് ഇട്ടുണ്ട്, ആ റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാ? ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. Then feedback from all providers is essential to ensure that
ensure they can perform their job at the highest level possible. കണ്ടോ, സാധ്യമായ ഏറ്റവും ഉയർന്ന തലത്തില് അവരുടെ ജോലി നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലെ, എല്ലാ രീതിയിലും എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താണ്? ഈസ് എസെൻഷ്യൽ, അത്യാവശ്യമാണ്. എന്തിന്? ടു എൻഷുർ ദേ ക്യാൻ പെർഫോം ദെയർ ജോബ്. അല്ലെ, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരുടെ ജോലി അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് അത് ഉറപ്പുവരുത്തുന്നതിന് അത്യാവശ്യമാണ്. ദ ഹൈയസ്റ്റ് ലെവൽ പോസിബിൾ, സാധ്യമായിട്ടുള്ള, എന്താ പറഞ്ഞേക്കണേ, സാധ്യമായ ഏറ്റവും ഉയർന്ന തലത്തില് അവരുടെ ജോലി നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അത്യന്താപേക്ഷിതമാണ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് feedback from all providers is essential. എന്തിനു വേണ്ടിയാ? To ensure they can perform their job at the highest level possible. കിട്ടിയില്ലേ? അത് ക്ലിയർ അല്ലേ? അത് ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. പ്രോസസ് അപ്രോച്ച് ഈസ് കീ ടു അച്ചീവിംഗ് കൺസിസ്റ്റന്റ് ഡിസൈർഡ് ഔട്ട്കം. എന്താവശ്യമാണ്? അണ്ടർലൈൻ ചെയ്തിട്ട് സ്ഥിരവും, കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, ഡിസൈർഡ് ഔട്ട്കം, അല്ലെ, ഒരു ആവശ്യമുള്ള ഒരു ഫലം നേടിയെടുക്കുന്നതിന് എന്ത് വേണം? ഒരു പ്രോസസ് അപ്രോച്ച് അത്യാവശ്യമാണ്. ഈസ് ദ കീ, ഒരു ഏറ്റവും സുപ്രധാനമാണ്. ആ സെന്റൻസ് അധികം അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പ്രോസസ് അപ്രോച്ച് ഈസ് കീ ടു അച്ചീവിംഗ് കൺസിസ്റ്റന്റ് ഡിസൈർഡ് ഔട്ട്കം. കണ്ടോ, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നല്ലൊരു ആവശ്യമുള്ള ഒരു ഔട്ട്കം നേടുന്നതിന് നല്ലൊരു പ്രോസസ് അത്യന്താപേക്ഷിതമാണ്. പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ ആണ്. Then, while it is often multiple interrelated processes that are required to achieve the ideal outcome, these must function consistently and as a unit or thrive. ഇച്ചിരി സെന്റൻസ് ആട്ടോ. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഫലം നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ, അച്ചീവ് ദ ഐഡിയൽ ഔട്ട്കം, ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഫലം കൈവരിക്കുന്നതിന് എന്ത്? പരസ്പര ബന്ധിതമായിട്ടുള്ള മൾട്ടിപ്പിൾ ഇന്റർറിലേറ്റഡ് പ്രോസസ്. കണ്ടോ, മൾട്ടിപ്പിൾ ഇന്റർറിലേറ്റഡ് പ്രോസസ് എന്താ? ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള ഒന്നിലധികം പ്രക്രിയകൾ ആവശ്യമാണെങ്കിലും ഇതെല്ലാം എന്താണ്? സ്ഥിരമായി പ്രവർത്തിക്കുകയും അതിന് അഭിവൃദ്ധി പ്രാപിക്കാൻ ഒരു എന്തായിട്ട്? ഒരു യൂണിറ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും വേണം. കണ്ടോ, എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് ആ ഒരു പാരഗ്രാഫ്, ഒരു സെന്റൻസില് അതിപ്പോ എങ്ങനെയാണ്? നമുക്ക് എന്ത് വേണം? പ്രോസസ് അപ്രോച്ച്, ഒരു പ്രോസസ്സ് വേണം. നല്ലൊരു ഔട്ട്കം, ഒരു സ്ഥിരമായിട്ടുള്ള ഔട്ട്കം കിട്ടുന്നതിന് ഒരു നല്ലൊരു പ്രോസസ് അപ്രോച്ച് അത്യന്താപേക്ഷിതമാണ്. വൈ ഇറ്റ് ഈസ്, അതെങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഔട്ട്കം, ഒരു ഔട്ട്കം, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം നമ്മൾ നേടിയെടുക്കുന്നതിന് എന്ത് വേണം? പലപ്പോഴും പല മൾട്ടിപ്പിൾ ഇന്റർറിലേറ്റഡ് പ്രോസസ് ആവശ്യമാണ്. ശരിയല്ലേ? അല്ലെ, ഒരു നല്ലൊരു ഫലം നമുക്ക് നേടിയെടുക്കുന്നതിന് അവിടെ എല്ലാ തലങ്ങളിലുമുള്ള ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പ്രക്രിയയിലൂടെ മാത്രം പോകുമോ? പരസ്പരം എങ്ങനെയാ? ഒന്നിലധികം ഇന്റർറിലേറ്റഡ് പ്രോസസ് ആർ റിക്വയർഡ്. കണ്ടോ, അത് ആവശ്യമാണ്. ഇനി അത് ആവശ്യമാണെങ്കിലും എന്താ? ഇവയെല്ലാം നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണ്ടേ? പ്രോസസ്സ് മാത്രം പോരല്ലോ, പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രോസസ്സ് മാത്രം പോരാ. അതെല്ലാം സ്ഥിരമായി പ്രവർത്തിക്കുകയും അത് അഭിവൃദ്ധി പ്രാപിക്കാൻ അത് എന്തായിട്ട് നിൽക്കണം? ഒരു യൂണിറ്റ് ആയിട്ട്. കണ്ടോ, these all must function consistently and as a unit to thrive. അത് ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും വേണം. മനസ്സിലായില്ലേ? ഒരു നല്ലൊരു ഔട്ട്കം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൾട്ടിപ്പിൾ ഇന്റർറിലേറ്റഡ് പ്രോസസ്സ് വേണം. ഇനി ആ പ്രോസസ്സ് മാത്രം പോരാ, അവിടെ എന്തും കൂടി വേണം? അതിന് എന്താ? അതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. ഒരു കൺസിസ്റ്റന്റ്, അല്ലെ, ഒരു സ്ഥിരമായിട്ട് അത് പ്രവർത്തിക്കുകയും അത് ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് സ്ഥിരമായി പ്രവർത്തിക്കുകയും വേണം.
Once the standardized individual process requires continuous assessment and appropriate optimization, if the area needing improvement are identified, achieve the ideal outcome. These must all function consistently and as a unit to thrive. ഇവിടെ ഇതിനകത്തെ ആ ഒരു സെന്റൻസ് നോക്കി, അത് തന്നെയല്ല അവിടെ വന്നേക്കണം. ഐഡന്റിഫൈഡ് എന്ന് പറയും. അത് നിങ്ങൾക്ക് അതൊന്ന് ഇതാക്കി കളഞ്ഞു കേട്ടോ. അതായത് നമുക്ക് നമ്മള് വൺസ് ദ സ്റ്റാൻഡേർഡ് ദി ഇൻഡിവിജ്വൽ പ്രോസസ് കണ്ടിന്യൂസ് എന്ന് കണ്ടില്ല. ആ ഒരു സെന്റൻസ് ഒന്ന് നോക്കി. നിങ്ങൾ ഞാൻ വായിച്ച സെന്റൻസ് ഇല്ലേ, while the often multiple interrelated process thrive, എന്നിട്ട് ആ യൂണിറ്റ് ടു ത്രൈവ് എന്ന് കണ്ടോ, അത് കഴിഞ്ഞിട്ട് അവിടെ തുടങ്ങി അങ്ങ് വെട്ടിക്ക്. അത് എന്നെ വീണ്ടും പറഞ്ഞേക്കാം. വൺസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻഡിവിജ്വൽ പ്രോസസ് റിക്വയർ കണ്ടിന്യൂസ് assessment and appropriate optimization if the needing improvement are identified. അത് തന്നെയല്ലേ മോളി തന്നേക്കുന്നത്. ഐഡന്റിഫൈഡ് എന്ന് പറയാൻ കണ്ടില്ലേ നിങ്ങളത്? അതിന്റെ മുന്നിലുള്ള ഇത് നോക്കിയേ, അതിന്റെ താഴെ വരുന്നത്. ഓക്കെ അത് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലെ. ഇങ്ങനെ പാരഗ്രാഫ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഇത് വായിച്ചിട്ട് ഞാൻ നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴത്തേക്കും എനിക്കത് മാറിപ്പോയില്ല. അതിന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് വന്നത് അവിടെ വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് നോക്കി ഇവിടെ. Once the standardized individual process requires continuous assessment and accounting. അതിന്റെ താഴെയും ആ സെന്റൻസ് തന്നെയാ വന്നത് കണ്ടില്ലേ? അതാണ് രണ്ടാമത്തെ വെട്ടിക്കളഞ്ഞാൽ മതി. ആദ്യത്തെ അവിടെ കിടക്കട്ടെ. നമുക്ക് കേട്ടോ ഒന്നുകൂടെ ശ്രദ്ധിച്ചത്. Once the standardized individual process requires continuous assessment and appropriate optimization if the area needing improvement are identified, achieve the ideal outcome. These must function consistently and as unit for that. ഒരിക്കലും നമ്മൾ ആ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്താൽ ആ ഒരു പ്രോസസ്സിന്, ആ ഒരു വ്യക്തിഗത പ്രോസസ്സിന് തുടർച്ചയായ മൂല്യനിർണ്ണയം, അതിന്റെ ഒപ്റ്റിമൈസേഷൻ, അത് എന്ത് വേണം? കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഒപ്റ്റിമൈസേഷൻ. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷനും ആവശ്യമാണ്. അങ്ങനെ നമുക്ക് അപ്പൊ അത് നോക്കി. അപ്പൊ എന്ത് വേണം അവിടെ? കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ്. ഒരു പ്രാവശ്യം വൺസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻഡിവിജ്വൽ പ്രോസസ് റിക്വയർസ് എന്ത് വേണം? ഒരു പ്രാവശ്യം നമ്മൾ അത് ഇതാക്കി കഴിഞ്ഞാൽ, സ്റ്റാൻഡർഡൈസ് ചെയ്താൽ, ഇൻഡിവിജ്വൽ പ്രോസസ് ഒരു ഇൻഡിവിജ്വൽ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് അസസ് ചെയ്യണം. നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ നിൽക്കുന്ന കാര്യമല്ല. അവിടെ എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ഒരു പ്രയോഗത്തിൽ കൊണ്ടുവരികയും വേണം. ഇഫ് ദ ഏരിയ നീഡിങ് ഇംപ്രൂവ്മെന്റ് ആർ ഐഡന്റിഫൈഡ്, ആ ഒരു ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഈ ഏരിയ ഐഡന്റിഫൈ ചെയ്താൽ അച്ചീവ് ദ ഐഡിയൽ ഔട്ട്കം അല്ലെ. അതിനനുസരിച്ച് നമുക്ക് ഔട്ട്കം കിട്ടൂലേ. നമുക്ക് ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഏരിയ അസസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? അവിടെ ഒരു അസസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഏരിയ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനനുസരിച്ചുള്ള ഔട്ട്കം കിട്ടും. These must function consistently as unit to thrive. എന്താ പറഞ്ഞേക്കുന്നത്? ഇവയെല്ലാം നമ്മുടെ ഒരു സ്ഥിരമായിട്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും ഒരു യൂണിറ്റായി ഇവരെല്ലാം പ്രവർത്തിക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത് വെട്ടിക്കളയാം കേട്ടോ. Once the standardized individual process require continuous കണ്ട ആ സെന്റൻസ് തന്നെയല്ലേ നോക്കിയേ. ഐഡന്റിഫൈഡ് വരെ വെട്ടിക്കളഞ്ഞോള്. അത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത് കേട്ടോ. കിട്ടിയില്ലേ? കറക്റ്റ് ആയില്ലേ? ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി കളഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയേ. ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ്, അതായത് നമ്മൾ എന്താ ഒരു കാർഡിയാക് അറസ്റ്റ്, ഒരു സ്ട്രോക്ക് വന്ന, ഒരു ഹൃദയ സ്തംഭനമായിട്ട് വന്ന പേഷ്യൻസ്. ഓക്കെ, ദ പ്രോസസ് ബിഗിൻസ് ദ മൂവ്മെന്റ് 911 ഈസ് കോൾഡ്. അപ്പൊ ഒരു കാർഡിയാക് സ്ട്രോക്ക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 911 എന്നുള്ളതിലേക്ക് വിളിക്കുമ്പോഴാണ്. അത് കേട്ടിട്ടുണ്ടോ? 911 എന്ന് പറഞ്ഞ നമ്പർ
അതൊരു യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണ്. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ആ ഒരു ടൈം മുതല് യൂണിവേഴ്സൽ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്ന സമയം മുതൽ എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് ആരംഭിക്കും അല്ലേ. ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യൻസിന് അവർക്കുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്ന എന്താ, നമ്മൾ കോൾ ചെയ്യുമ്പോൾ എമർജൻസി സർവീസിലേക്ക് കോൾ ചെയ്യുമ്പോൾ, അതായത് 111 എന്ന 911 എന്ന നമ്പറിലേക്ക് വിളിക്കുന്നത് അല്ലെ, വിളിക്കുന്നത് മുതൽ ആ പ്രോസസ്സ് ആരംഭിക്കുന്നു. ഇനി നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്, ത്രൂ ഏരിയ കൂടെ and continuous through assessment and continue, ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം വിളിച്ചു 911 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു, അവിടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടിന്യൂസ്, അത് കണ്ടിന്യൂ ചെയ്യാം ത്രൂ ഏതി കൂടെ അസസ്മെന്റ് ബൈ EMS. എന്താണ് EMS? എമർജൻസി മെഡിക്കൽ സർവീസസ്. അവിടെ ആ ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 911 എന്നുള്ളത് യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണെന്ന് നോട്ട് ചെയ്തിടുക. യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആണെന്ന് നോട്ട് ചെയ്തിടണം. ഓക്കെ, ഇനി അടുത്തത് EMS എന്ന് പറഞ്ഞത് എന്താണ്, എമർജൻസി മെഡിക്കൽ സർവീസ് ആണ്, അത് നോട്ട് ചെയ്തിടുക. അപ്പൊ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാട്ടോ. അസസ്മെന്റ് by EMS and hand off the emergency department team. എന്നിട്ട് എന്ത് ചെയ്യണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടീമിനെ ഹാൻഡ് ഓഫ് ചെയ്യണം അല്ലെ, ഹാൻഡ് ഓഫ് ചെയ്യണം. പെർഫോംസ് ഓഫ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ പെർഫോം ചെയ്യണം. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ പെർഫോം ചെയ്യണം, നിർവഹിക്കണം. ആൻഡ് ത്രൂ ഔട്ട് ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ, ഹോസ്പിറ്റൽ ആ പേഷ്യന്റ് ഹോസ്പിറ്റൽ സ്റ്റേയിലൂടെ നീളം എന്ത് ചെയ്യണം, ഈ ആ പേഷ്യൻസിനെ എന്ത് ചെയ്യണം, അതേപോലെ കെയർ ചെയ്യണം. ഇതൊക്കെ എന്തിനാ പറയുന്നേ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ പ്രിൻസിപ്പിൾസിൽ വന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ആ പേഷ്യൻസിനെ നോക്കണം. ക്വാളിറ്റി മാനേജ്മെന്റിൽ വന്നതാ. ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് ആണെങ്കിൽ ആദ്യം ആ പ്രോസസ് തുടങ്ങണേ എന്താ, 911 അതായത് എമർജൻസിയിലേക്ക് വിളിക്കുമ്പോൾ പ്രോസസ് തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യണം, അവരെ അസസ് ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെ, അത് അസസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടീമിനെ ഹാൻഡ് ഓഫ് ചെയ്യണം. പിന്നെ ആ പെർഫോമൻസ് നമ്മൾ ചെയ്യണം. ഇത് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോള് പെർഫോം ചെയ്യണം. എപ്പോഴാ, ത്രൂ ഔട്ട് ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ, ഹോസ്പിറ്റൽ ആ പേഷ്യന്റ് ഹോസ്പിറ്റൽ സ്റ്റേയിലുടനീളം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താ, അത്രയും കെയർ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. While എന്നാൽ each aspects of care provides different services, each must be standardized and eventually optimized to achieve the ultimate goal of getting the patient home safety with the minimal morbidity. Morbidity എന്ന് പറഞ്ഞാൽ എന്താ, morbidity എന്താ, രോഗാവസ്ഥ. മോർബിഡിറ്റി രോഗാവസ്ഥ. മോർബിഡിറ്റി രോഗാവസ്ഥ ഒന്ന് എഴുതി വെച്ചോട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർബിഡിറ്റി. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, ഇതൊക്കെ അത് പരിചരണത്തിന്റെ നമ്മൾ കൊടുക്കുന്ന കെയർ അല്ലെ, അതിന്റെ ഓരോ വശവും വ്യത്യസ്ത സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ രീതിയിലായിരിക്കും നമ്മൾ ഓരോ പേഷ്യൻസിനും, അല്ലെങ്കിൽ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യൻസിനെ പോലെ ആയിരിക്കും വേറെ ഏതെങ്കിലും ഇതിനകത്ത് വന്നത് അല്ലെ. അവർക്ക് എന്താ പല തരത്തിലുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ വശങ്ങൾ അനുസരിച്ച്. While each aspects of care providers different services, each must be അതെന്ത് പറഞ്ഞേക്കുന്നത്, ചുരുങ്ങിയ ഒരു രോഗാവസ്ഥയില് മിനിമൽ മോർബിഡിറ്റി, ആ ചുരുങ്ങിയ ഒരു രോഗാവസ്ഥയില് പേഷ്യന്റിനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുക എന്ന അത്യന്തിക അതാണ് അവരുടെ ഒരു ലക്ഷ്യം അല്ലെ. അവർക്കുടെ രോഗം മാറി പെട്ടെന്ന് എന്ത് ചെയ്യുക, അവരെ വീട്ടിലെത്തിക്കുക. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് നിലവാരം പുലർത്തുകയും അത് ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തു ചോദിക്കാറുണ്ട്.
Each must standardize and eventually optimize to achieve the ultimate goal of getting the patient home safely. Underline ചെയ്തോട്ടെ ആ സെന്റൻസ് ഒന്ന്. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞ എന്താണ്? ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ആ പേഷ്യന്റിന്റെ എന്താണ്? സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുക. Then enhancement is to key to success. എന്താണ്? മെച്ചപ്പെടുത്തല്, എൻഹാൻസ് ചെയ്യുക. എൻഹാൻസ്മെന്റ് ഈസ് ദ കീ ടു സക്സസ്. വിജയത്തിന്റെ കീ എന്ന് പറയുന്നത് എന്താ? മെച്ചപ്പെടുത്തൽ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതൊരു സക്സസ് അല്ലേ? അല്ലെ? ക്വാളിറ്റി കുറഞ്ഞ സർവീസ് കൊടുക്കുന്നതും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതായത് മെച്ചപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത്? വിജയത്തിന്റെ കീ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എൻഹാൻസ്മെന്റ് ഈസ് ദ കീ ടു സക്സസ്. അറിയാലോ അല്ലെ? ഒരു ഇംപ്രൂവ്മെന്റ് ആണ് വിജയം എന്നുള്ളത് അറിയാം. By continually collecting data and assessing outcome, opportunities for enhancement come to light and are addressable. എന്താ പറഞ്ഞേക്കുന്നത്? ഇനി നമ്മള് ഒരു എൻഹാൻസ്മെന്റ്, അത് മെച്ചപ്പെടുത്തലാണ് വിജയം എന്ന് പറഞ്ഞു. പിന്നെ തുടർച്ചയായി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ, by continually collecting the data and assessing outcome. അപ്പൊ തുടർച്ചയായി നമ്മൾ അവരിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നതിലൂടെയും അവർക്കുടെ ഔട്ട്കം, ആ ഒരു റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങള്, അല്ലെ? അതിന്റെ ഫലങ്ങള്, ഉപഭോക്തൃ സംതൃപ്തി എന്നിവയിലൂടെ നമുക്കൊരു മികച്ച നിലവാരത്തിലെത്തുന്നു. അതാണ് നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. By continually collecting the data and assessing outcome, opportunity for enhancement, നമുക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, മെച്ചപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, അതൊക്കെ എന്തിനാണ്? കം ടു ലൈറ്റ് ആൻഡ് അഡ്രസബിൾ. ദീസ് എൻഡ് റിസൾട്ട്, അതിന്റെ എൻഡ് അവസാന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി ത്രൂ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, ഔട്ട്കം ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ the end result. End result എന്ന് പറഞ്ഞ എന്താണ്? ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ ക്വാളിറ്റി, നല്ല ഗുണമേന്മയുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ത്രൂ ഏതിക്കടെ? ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, ഔട്ട്കംസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സംതൃപ്തിയിലൂടെ, പെർഫോമൻസിന്റെ ഇംപ്രൂവ്മെന്റ്സിലൂടെ, നമുക്ക് നല്ലൊരു ഔട്ട്കമ്മിലൂടെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, അതാണ് എൻഡ് റിസൾട്ട്. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്, എൻഡ് റിസൾട്ട് എന്നുള്ളത്. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഈ പാരഗ്രാഫ് വായിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ആ സെന്റൻസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. എക്സാമിനൊക്കെ നമ്മൾ ആ ഒരു പാരഗ്രാഫിന് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതാണ്, നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ റിസൾട്ട് എന്താണ്? നല്ല ക്വാളിറ്റി. ഓക്കെ, ഇനി അടുത്ത റൂട്ട്സ് ബിക്കോസ് അനാലിസിസ് ആൻഡ് ഫെയിലിയർ മോഡ്സ് ആൻഡ് എഫക്ട് അനാലിസിസ് ആർ. അവിടെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. റൂട്ട് കോസ് എന്നാണ് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്തേ. ബിക്കോസ് എന്നല്ല അവിടെ, റൂട്ട് കോസ് അനാലിസിസ്, RCA. അവിടെ ആ ഷോർട്ട് ഫോമും കൂടി ഒന്ന് എഴുതി വെച്ചു. രണ്ട് മെത്തേഡ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു പാരഗ്രാഫിൽ അതാണ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് പറയുന്നത്. ഒരു മെത്തേഡ് ഏതൊക്കെയാണ്? റൂട്ട് കോസ് അനാലിസിസ് ആൻഡ് ഫെയിലിയർ മോഡ്, FMEA. അത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്. നമുക്ക് ടു മെത്തേഡ് യൂസിങ് എക്സാമിന് സെന്റിനൽ ഇവന്റ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് വിത്തിൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് രണ്ട് മെത്തേഡുകൾ കേട്ടോ. റൂട്ട് കോസ് അനാലിസിസ്, RCA എന്ന് പറയാം, RCA. പിന്നെ അടുത്തത് ഏതാ? FMEA. എന്താ പറഞ്ഞേക്കുന്നത്? ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട്. ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ്. അതൊന്ന് നോട്ട് ചെയ്തിട്ടാ മതി. ആർ ദ ടു മെത്തേഡ് യൂസ്ഡ് ടു എക്സാമിൻ സെന്റിനൽ ഇവന്റ്സ്. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
സെന്റിനൽ ഇവന്റ്സ് ഒരു പേഷ്യന്റിന്റെ രോഗത്തിന്റെ ഒരു സ്വാഭാവിക ഗതി, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പേഷ്യന്റിന് എന്തെങ്കിലും മരണമോ ഗുരുതരമായിട്ടുള്ളതോ ഒരു ശാരീരികമോ മാനസികമായ ഒരു പരിക്കിൽ കലാശിക്കുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ക്രമീകരണത്തിലും ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായ സംഭവമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, അത് വേണ്ട. അപ്പൊ ഇത്രയും ഒന്ന് നോട്ട് ചെയ്തിടുക. രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തിടുക. എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞത്? റൂട്ട് RCA അത് നോട്ട് ചെയ്യുക കേട്ടോ. റൂട്ട് കോസ് അനാലിസിസും ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസും അതാണ് രണ്ട് മെത്തേഡുകൾ. എന്തിനാ യൂസ്ഡ് ടു എക്സാമിൻ സെന്റിനൽ ഇവന്റ്സ്, അതിനെ പറയുന്ന രണ്ട് മെത്തേഡ്. ഇനി അടുത്ത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാ കേട്ടോ, നമുക്കത് കുറച്ചും കൂടി ഒന്ന് നോക്കി പോകാനായിട്ട്. അപ്പൊ രണ്ട് മെത്തേഡ് കിട്ടിയല്ലോ. ഇനി ഇൻ ദ മെഡിക്കൽ വേൾഡ് there are occasionally morbidity and mortality. രണ്ടും പഠിച്ചിട്ടുണ്ട്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രോഗാവസ്ഥ. മോർട്ടാലിറ്റി എന്താണ്? മരണനിരക്ക്. രണ്ടും പഠിച്ചതല്ലേ? മരണനിരക്ക്. Then conferences and peer review section pertaining to the patient not having an ideal outcome. മെഡിക്കൽ ലോകത്ത് ഈയിടെ ഉണ്ടാകുന്ന രോഗാവസ്ഥ, മരണനിരക്ക് എന്നിവയെ കുറിച്ചിട്ടുള്ള ഈ സമ്മേളനങ്ങളും പേഷ്യന്റിന് ഒരു അനുയോജ്യമായ ഫലം ലഭിക്കാത്തതുള്ള പിയർ റിവ്യൂ സെക്ഷനുകളും ഉണ്ടാവാറുണ്ട്. അത് നമുക്കത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മോർബിഡിറ്റി, മോർട്ടാലിറ്റി കോൺഫറൻസുകള് നമുക്ക് അതിന്റെ ഒരു റിവ്യൂ സെക്ഷൻ നമുക്ക് നടത്താറുണ്ട് അല്ലെ. മരണനിരക്ക് അതിന്റെ കോൺഫറൻസ് നടക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ എത്ര ശതമാനം ആളുകളുണ്ട്, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കൂടുതലുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മേഖലകളിൽ നമുക്ക് അവിടെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. അടുത്ത് നോക്കിയേ, ഇനി കുറച്ച് അവിടെ ക്വസ്റ്റ്യൻസ് തന്നേക്കണം കേട്ടോ. വാട്ട് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ ത്രൂ ഔട്ട് ഓൾ സ്റ്റേജസ് ഓഫ് കെയർ. പരിചരണത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എന്താണ് നമുക്ക് കുറച്ചും കൂടി ആ ഒരു കോൺഫറൻസിൽ വന്നതാട്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ ത്രൂ ഓൾ സ്റ്റേജസ് ഓഫ് കെയർ? വാസ് ദ പേഷ്യന്റ് സീൻ ആൻഡ് അസസ്ഡ് ഇൻ ദ ടൈംലി ഫാഷൻ? വാസ് ദെയർ എ മിസ്ഡ് ഡയഗ്നോസിസ് മിസ് ചെയ്തോ? വെയർ ദ അപ്രോപ്രിയേറ്റ് ടേക്കൺ ഫാഷൻ? Was there is a misdiagnosis? പിന്നെ അത് ഒന്നവിടെ വെട്ടിക്കോട്ടോ. അതും ഇതുപോലെ വീണ്ടും അത് തന്നെ ചോദിച്ചേക്കാം. Where the appropriate intervention taken for clinical picture? Was there a reach to standard for care? What can possibly remedy this? അതെന്താ? പരിചരണത്തിന്റെ എല്ലാ സ്റ്റേജസും എന്താണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്? എന്തായിരുന്നു ചെയ്യാമായിരുന്നു? പേഷ്യന്റിന് സമയബന്ധിതമായി കണക്കുകൂട്ടലും വിലയിരുത്തലുകളും ചെയ്തോ? ഡയഗ്നോസിസ് അവർക്ക് മിസ്സായോ, നഷ്ടപ്പെട്ടോ? ഉചിതമായിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള രീതി നമ്മൾ സ്വീകരിച്ചോ? ക്ലിനിക്കൽ പിക്ചറിൽ ഉചിതമായ ഇടപെടലുകൾ നടത്തിയോ? പിന്നെ അതുപോലെ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ വീഴ്ചയുണ്ടായോ? ഇതിന് എങ്ങനെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്തിൽ വരുന്നുണ്ട്? ആ കോൺഫറൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നമുക്ക് എന്താണ് നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടുന്നത് വേണ്ടിയിട്ട് ഒരു റിവ്യൂ സെക്ഷനുകളും നടത്തുന്നുണ്ട്. എന്താ നമുക്ക് ശരിക്കും ഒരു ഔട്ട്കം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫറൻസിലേക്ക് ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു റിയൽ സെക്ഷൻ അവിടെ നമുക്കൊരു കോൺഫറൻസ് നടത്തി അതില് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ആ രണ്ട് കാര്യങ്ങൾ മെത്തേഡ് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. RCA എന്ന് പറഞ്ഞു, FMEA എന്നുള്ളതും പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. 1-2 പോയിന്റ് അതിനകത്ത് പറഞ്ഞു. 2 പാരഗ്രാഫിലും ശരിക്കും ഒരു സെന്റൻസ് വീതമാണ് അത് അണ്ടർലൈൻ ചെയ്യേണ്ടതുള്ളൂ. പെട്ടെന്ന് ഞാൻ അത് വായിക്കാട്ടോ. എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്, that is evidence-based medicine, is the evaluation of facts, evidence, cause and effect relationship and other data that will allow for the delivery of the best products or services. എന്താ? ഒരു മികച്ച ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ, ഒരു മികച്ച ഒരു പ്രൊഡക്റ്റോ സർവീസോ നൽകുന്നതിന് അനുവദിക്കുന്ന വസ്തുക്കള്, അതിന് വേണ്ടിയിട്ടുള്ള ഫാക്റ്റുകള്, എവിഡൻസ്, തെളിവുകള്, അതിന്റെ കാരണങ്ങള്, റിലേഷൻഷിപ്പ്, ഡേറ്റ, ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനമെടുക്കാൻ, വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീരുമാനമെടുക്കാൻ, ഇതെല്ലാം നമുക്ക് ആ ഒരു
എന്താ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതില് ഈവൻ ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്, എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്താ ഒരു എന്താ പറയാ അതിനൊരു സ്റ്റാൻഡേർഡ് ചെയ്യാൻ പറ്റും. By basing decision on fact process standardized, which is more likely to produce consistent and desired result. അപ്പൊ അതിനനുസരിച്ച് എന്താ നമുക്ക് എന്താ ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാനും കഴിയും. അത് സ്ഥിരവും ആവശ്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനും നമുക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഇനി നോക്കിയേ അടുത്ത് പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ ചേഞ്ചിങ് ദ പ്രോസസ്. അപ്പൊ ഈ പ്രോസസ്സ് ഇതിൽ വരുന്ന പ്രക്രിയകള് മാറ്റിയതിനു ശേഷം after changing process, it is important to continue to monitor outcome to determine whether corrective action is reaching the desired endpoint. അപ്പൊ ഈ പ്രക്രിയകൾ മാറ്റിയ ശേഷം എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങള് ആവശ്യമുള്ള അതൊക്കെ ഒരു എൻഡ് പോയിന്റിൽ എത്തുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നമുക്ക് ഇത് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്താണ് അതിനനുസരിച്ച് നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ആ എൻഡ് പോയിന്റ് അവസാനം ആ ഡിസൈഡ് റിസൾട്ട് ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ഏതാണ് ഒരു സെന്റൻസ് മാത്രം ആ പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ. ബൈ ബേസിംഗ് എന്നുള്ളത് ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. ബൈ ബേസിംഗ് ഡിസിഷൻ ഓൺ ഫാക്ട് പ്രോസസ് ക്യാൻ ബി സ്റ്റാൻഡർഡൈസ്ഡ് വിച്ച് ഈസ് മോർ ലൈക്ലി ടു പ്രൊഡ്യൂസ് എങ്ങനെയാ കൺസിസ്റ്റന്റ് ആൻഡ് ഡിസൈഡ് റിസൾട്ട്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു സെന്റൻസ് മാത്രം നോക്കിയാൽ മതി അതിനകത്ത്. പിന്നെ അടുത്തത് നമ്മൾ കുറച്ച് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത് ബൈ റിപ്പീറ്റിംഗ് ദി സൈക്കിൾ ആൻഡ് ഷെയറിംഗ് റിസൾട്ട് വിത്ത് ദ അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിറ്റി കെയർ ഐഡിയൽ ഔട്ട്കം ആൻഡ് ക്യാൻ ബി വൈഡ്ലി replicated. ഫോർ എക്സാമ്പിൾ അവിടെ ഒരു ലെവൽ 1 എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ട്രോമ level 1. Trauma centers have in-house trauma and immediate access to these physicians, reduced cost, time to intervention, and hospital neurosurgeons around the clock. Around the clock, 24 hours to ensure expected care because studies and clinical experience have shown that length of stay. Level 1. അതായത് trauma centerകളും in-house trauma centerകളും ഈ ഫിസിഷ്യന്മാരിലേക്ക് നമുക്ക് പെട്ടെന്നുള്ള ഒരു പ്രവേശനം ഉടനടി പ്രവേശനവും ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് എന്താ പെട്ടെന്നുള്ള ഒരു ഇത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കും അല്ലെ. റെഡ്യൂസ്ഡ് കോസ്റ്റ് ചെലവ് കുറയ്ക്കുന്നു. ഇടപെടാനുള്ള നമുക്ക് അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള പ്രവേശന സമയം വേഗത്തിലാക്കുന്നു. നമുക്ക് നല്ലൊരു പരിചരണം ഉറപ്പാക്കുന്നു. ഹോസ്പിറ്റൽ ന്യൂറോ സർജന്മാർ എന്നിവർക്കിടയിൽ 24 hours അവര് ഓൾറെഡി എങ്ങനെയായിരിക്കും ആ ഒരു പ്രവർത്തനത്തിൽ അവര് ഇൻവോൾവ് ആയിരിക്കും. കാരണം ആ എന്താ പറയുന്ന പഠനങ്ങളും ക്ലിനിക്കൽ അനുഭവങ്ങളും ആ ഒരു എന്താ പറയാ ഒരു ദൈർഘ്യം കാണിക്കുന്ന ഷോസ് the clinical studies and clinical experience have show that length of stay. എന്താ പറഞ്ഞേക്കുന്നത് അതായത് പഠനങ്ങളും ക്ലിനിക്കൽ അനുഭവങ്ങളും താമസത്തിന്റെ ഒരു ദൈർഘ്യം അവിടെ കാണിക്കുന്നു. അപ്പൊ അതിനകത്ത് ആ ഒരു സെന്റൻസ് മാത്രം പഠിച്ചാൽ മതിയിട്ട് പിള്ളേരെ. കുറെ കാര്യങ്ങൾ ഇത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനില് ക്വാളിറ്റിയില് നല്ലൊരു ഔട്ട്കം ലഭിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഉൾപ്പെടുത്തണം. അതിൽ ആ പ്രോസസ്സ് മാറ്റിയതിനു ശേഷം കണ്ടിന്യൂസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് നോക്കണം, അസസ് ചെയ്യണം. അവസാനം അത് ഒരു എൻഡ് പോയിന്റിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അവര് പരിഗണിക്കണം. അത്രയുള്ള ആ ഒരു സെന്റൻസ് നമ്മൾ നോട്ട് ചെയ്തില്ലേ, അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ആ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ആ എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ ഒരു സെന്റൻസ് മാത്രം. is the evaluation of facts, evidence, causes and effect relationships.
and other data that will allow for the delivery of the best product or service. ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വാരി കുറേ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു പാരഗ്രാഫ് ഉള്ളൂ, അതിലൊരു സെന്റൻസ് നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ. റിലേഷൻഷിപ്പ് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാവും. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഓർഗനൈസേഷൻ ടു ത്രൈവ്. ഒരു ഓർഗനൈസേഷനെ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അത്രേ ഉള്ളൂ. അവിടെ ഒരു റിലേഷൻഷിപ്പ് വേണ്ടേ? അല്ലെ, ഒരു റിലേഷൻഷിപ്പ് വേണ്ടേ? ഒരു ഓർഗനൈസേഷനെ നമ്മുടെ അഭിവൃദ്ധി, ത്രൈവ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കുക. ഒരു ഓർഗനൈസേഷനെ ഒരു അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് എന്ത് വേണം? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആവശ്യമാണ്. അല്ലെ, എസെൻഷ്യൽ, അത്യാവശ്യമാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലൈസ്, റീറ്റെയിലേഴ്സ്, മോണിറ്ററി പ്രൊവൈഡേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ആസ് വെൽ ആസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗോൾസ് അക്രോസ് ഓൾ പാർട്ടീസ്. എന്താ പറഞ്ഞേക്കണേ? അതിന്റെ സപ്ലയർമാര്, വിതരണക്കാര്, ചില്ലറ വിൽപ്പനക്കാര്, പണദാതാക്കള്, അതിന്റെ പങ്കാളികള് എന്നിവരുമായി ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുകയും എല്ലാ കക്ഷികളെ കുറിച്ചുള്ള ലക്ഷ്യങ്ങള്, പൊതുവായ ധാരണ, എല്ലാവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, കോമൺ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ആവശ്യമാണ്. എല്ലാവരും തമ്മിലുള്ള ഒരു പൊതുവായ ധാരണ നിലനിർത്തുകയും വേണം. Shared goals and understanding also ensure a reliable supply chain to allow the institution to deliver high quality care to its patient consistently. എന്താ പറഞ്ഞേക്കുന്നവിടെ? ഷെയർഡ് സർവീസസ്, ഒരു പങ്കിട്ട ഒരു സേവനങ്ങളും ലക്ഷ്യങ്ങളും ധാരണകളും സ്ഥാപനത്തിലെ രോഗികൾക്ക് സ്ഥിരമായി ഉയർന്ന ഒരു പരിചരണം നൽകാൻ അനുവദിക്കുന്നതിന് ഒരു ശൃംഖല, നല്ലൊരു ശൃംഖല ഉറപ്പാക്കുന്നു. നല്ലൊരു ഇത് കൊടുക്കണ്ടേ? ഒരു ഷെയർഡ് സർവീസ്, പങ്കിട്ട ലക്ഷ്യങ്ങളും അതൊരു ധാരണകള്, അതുപോലെ സ്ഥിരമായി ഉയർന്ന നിലവാരമുള്ള ഒരു നല്ലൊരു കെയർ കൊടുക്കാനായിട്ട് അതിന് ഒരു നല്ലൊരു ശൃംഖല അവിടെ ഉറപ്പാക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, donation to hospital allow a new interventional radiology suite to build with the highest level of technology so that the patient can be assessed quicker and provides have more space and resource for treatment. എന്താ പറഞ്ഞത്? ഇതും കൂടെ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണ് അവിടെ. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിലേക്കുള്ള ചില കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, അല്ലെങ്കിൽ ഡൊണേഷൻസ്, സംഭാവനകൾ ഉയർന്ന തലത്തിലുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു പുതിയ പുതിയ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജി സൈറ്റ് നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു. അതുവഴി നല്ലൊരു റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി സർവീസ് ചെയ്യാൻ അനുവദിക്കുന്നു. അത് നിർമ്മിക്കാനായിട്ട് അനുവദിക്കുന്നു. അതുവഴി എന്ത് പറ്റുന്നു? പേഷ്യൻസിനെ വേഗത്തിൽ നമുക്ക് പുതിയ ടെക്നോളജിയിലൂടെ തന്നെ പേഷ്യൻസിനെ വേഗത്തിൽ അസസ് ചെയ്യാൻ കഴിയും. കൂടാതെ അത് പ്രൊവൈഡേഴ്സിന് ചികിത്സയ്ക്കായി കൂടുതൽ നമുക്ക് സ്ഥലവും അതുപോലെ തന്നെ റിസോഴ്സുകൾ കണ്ടോ, ആൻഡ് പ്രൊവൈഡേഴ്സ് ഹാവ് മോർ സ്പേസ് ആൻഡ് റിസോഴ്സ് ഫോർ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ പേഷ്യൻസിന് പെട്ടെന്ന് അതിലേക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ കൂടുതൽ സ്പേസും റിസോഴ്സുകളും ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ട്. അപ്പൊ ആ പാരഗ്രാഫ് അത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ടാ മതി കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒന്ന് വായിച്ച് പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പിറകെ തൂങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ മെഡിക്കൽ കോഡിങ് തുടങ്ങാം. ഇതിപ്പോ ഒരു കൺക്ലൂഷൻ പോലെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് തന്നേക്കുന്നു എന്നുള്ളൂ അല്ലെ. ഇതിനകത്ത് ലാസ്റ്റ് സെക്ഷൻ മിക്ക ചാപ്റ്ററുകളിൽ ഇങ്ങനെയല്ല വന്നത് അല്ലെ. ലാസ്റ്റ് സെക്ഷൻ ഇങ്ങനെയല്ലേ, കുറെ പാരഗ്രാഫായിട്ട് ഇങ്ങനെ തരും. അതിൽ നമ്മൾ എന്താണോ പറഞ്ഞേക്കുന്നത് അത് എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടില്ലേ? അതാണ് ഈ പാരഗ്രാഫ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വായിച്ച് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഇനി ഇതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ആ എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ, ആ ഒരു സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടേക്കാം. Making is the evaluation factor, evidence, cause and effect relationship and data that will allow for the delivery of the best product or services. അത് നോക്കിയിടുക. പിന്നെ അടുത്ത സെന്റൻസ് ബൈ ബേസിംഗ് ഡിസിഷൻ എന്നുള്ള ആ രണ്ട് സെന്റൻസ് മാത്രം ആ പാരഗ്രാഫിൽ നോക്കുക. പിന്നെ നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞിട്ട് ആ വലിയ പാരഗ്രാഫ് ഉണ്ട്, പക്ഷെ അതിലൊരു കുഞ്ഞു സെന്റൻസ് മാത്രം അവിടെ ചോദിക്കാനുള്ളൂ. ഏതാണ്? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഓർഗനൈസേഷൻ ടു ത്രൈവ്.
ഒരു ഓർഗനൈസേഷനെ നമ്മൾ എന്താണ് അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അത്രയും കാര്യങ്ങളാണ് ശരിക്കും അതില് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം തീരുവാണെങ്കിൽ ഞാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ പിന്നെ ഇത് ഈ ഒരു ഭാഗം നമ്മൾ അത്രയും അങ്ങോട്ട് നോക്കണ്ട, ബാക്കിയുള്ളൊന്നും കുഴപ്പമില്ലല്ലോ. ഈ പ്രിൻസിപ്പിൾസിന്റെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് റെഡി ആക്കി തരാം കേട്ടോ. ഇതിന് ചിലപ്പോൾ 1 വേർഡ്സുകളൊക്കെ ചോദിക്കാൻ ചാൻസ് തുടങ്ങും. അപ്പൊ പിന്നെ ഈ പാരഗ്രാഫ് ഫുള്ള് നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടാക്കാൻ നിൽക്കണ്ട. അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കട്ടെ. നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഒരു സെക്ഷനിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, പോരെ? അതുപോലെ ഇനിയിപ്പോ എത്ര വായിച്ചാലും നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ച് പറഞ്ഞു പോയത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഞാൻ ഇത് ക്ലാസ് കഴിയുന്നതിന്റെ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ ഇതിന്നുള്ളത്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആക്കി തരാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.